നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിൽ ആര് ജയിക്കും? പിണറായി വിജയൻ ജയിക്കുമോ? ജനങ്ങൾ ജയിക്കുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇതാണ് യഥാർത്ഥ ഉപതെരഞ്ഞെടുപ്പ്. ഭരണത്തെ വിലയിരുത്താൻ പോകുന്നതാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് ഇതിലൂടെ അറിയാൻ കഴിയും. PV അൻവർ 2016-ലും 2021-ലും CPM സ്വതന്ത്രനായിട്ട് നിലമ്പൂരിൽ ജയിച്ചിരിക്കുക. 2021-ൽ വന്നിട്ട് ഭൂരിപക്ഷം കുറഞ്ഞു കേട്ടോ. കോൺഗ്രസിന്റെ പൊതുവെ ഉള്ളൊരു മണ്ഡലമാണ് ഈ നിലമ്പൂര്. നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് ആര്യാടൻ മുഹമ്മദ്. എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാലും നിലമ്പൂരിനെ ഓർമ്മിക്കും. നിലമ്പൂരിലെ ആ കരുത്തുള്ള തേക്കും നിലമ്പൂരിലെ കരുത്തനായ ആര്യാടൻ മുഹമ്മദും അല്ലെ. ആര്യാടനൊരു മതേതര സ്വഭാവമുണ്ട്. മതേതര സ്വഭാവമുണ്ട്. മികച്ച പാർലമെന്റേറിയനാണ്. നിയമസഭയിൽ നല്ല പ്രസംഗങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ഭരണഘടന നന്നായിട്ട് വ്യാഖ്യാനിക്കുന്നയാളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. സാർ, ഒരർത്ഥത്തിൽ ഈ A ഗ്രൂപ്പിനെ നിലമ്പൂർ തേക്ക് പോലെ താങ്ങി നിർത്തിയ ആളാണ് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിനുള്ളിൽ. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കാനുള്ള ഒരു ശ്രമം അവിടെ ആര്യാടൻ ഷൗക്കത്താണല്ലോ മുമ്പ് അവിടെ മത്സരിച്ച, അന്ന് പരാജയപ്പെട്ടു പോയി. ഷൗക്കത്ത് ഈ സിനിമയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ ബന്ധം മാത്രമല്ല സാർ, അതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ കോൺഗ്രസില് UDF-ൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ലീഗിന്റെ ഒരു അപ്രമാദിത്വമാണ്. അവിടെ മറ്റൊരു കക്ഷിയും വേണ്ട എന്നാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ആര്യാടൻ വിജയിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അവർ അതിന് വളരെ എതിരായിരുന്നു. ആര്യാടനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ, ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ മുസ്ലിം ലീഗ് എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവരുടെ അടവൊന്നും ആര്യാടന്റെ അടുക്കൽ വിജയിച്ചില്ല. ആര്യാടൻ വിജയിച്ചുകൊണ്ടേയിരുന്നു. അതെ, അതാണല്ലോ ആര്യാടന്റെ ഒരു പ്രത്യേകത തന്നെ, ആ മതേതര സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പം ഈ ഷൗക്കത്തിനെ ഇറക്കിയിരിക്കുന്നതില് ഷൗക്കത്തിനോട് അത്ര താല്പര്യം അൻവറിന് ഇല്ല. അൻവർ താല്പര്യം കാണിച്ചത് ജോയിയാണ്. ജോയി അവിടെ DCC സെക്രട്ടറിയാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF വിജയിക്കണം എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമാണ്. അത് അൻവറിന്റെ കൂടെ വിജയമാണ്. കാരണം പാർട്ടിയെ വെല്ലുവിളിച്ച് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന PV അൻവർ വലിയൊരു കോളിളക്കമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ വിളിച്ചു കൂട്ടിയ യോഗത്തിലൊക്കെ തന്നെയും വലിയ ആൾക്കൂട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അത് PV അൻവറിനുള്ള ഒരു പിന്തുണയാണ്. എനിക്ക് തോന്നുന്നു ലീഗ് അവിടെ വലിയൊരു നിർണായക ഘടകമായി മാറും. ഇപ്പോൾ പൊതുവെ മുസ്ലിം വിരുദ്ധമായിട്ട് നിൽക്കുകയാണ് പിണറായി വിജയൻ. അത് എന്തായാലും അത് LDF-ന്റെ ഒരു തിരിച്ചടിയാവും, ഉണ്ടാകും. സാറേ, എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം അങ്ങയോട് ഉണ്ട്. അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും അൻവറും ഒരുമിച്ച് നിന്നാൽ നിലമ്പൂരിലെ വിജയം നിഷ്പ്രയാസമല്ലേ? ആണ്. അൻവറിന് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ പിണറായിയുടെ മുസ്ലിം വിരുദ്ധത ഇപ്പോൾ ഇതിവിടെ പ്രതിഫലിക്കും. അത് UDF-ന് വോട്ടായിട്ട് മാറും. പിന്നെ BJP അവിടെ വലിയ ശക്തി, പക്ഷെ രാഷ്ട്രീയമായിട്ട് നേരിടണം എന്നുള്ളതും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. അത് നമുക്ക് ചർച്ചയിലേക്ക് വരേണ്ട കാര്യവും ഇല്ല. അപ്പൊ എന്തായാലും ഇത് പിണറായിയുടെ ഒരു ഈ മുസ്ലിം വിരുദ്ധത എത്രത്തോളം കാണിച്ചു എന്നുള്ളതിന്റെ തിരിച്ചടി അവരിത് കൊടുക്കുമെന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇപ്പൊ അതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ എന്നൊരു പ്രക്രിയയുണ്ട്. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം വളരെ സമർത്ഥമായിട്ട് കസ്റ്റംസിന്റെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തെത്തിക്കും. ഈ പുറത്തെത്തിക്കുമ്പോൾ ഇത് പൊട്ടിക്കാൻ ഒരു സംഘമുണ്ട്, അത് തട്ടിയെടുക്കാൻ. അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് എന്നാണ് അൻവർ പറയാതെ പറഞ്ഞു വെച്ചത്. ആ സംഘത്തെ P. ശശിയും
നമ്മുടെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് സഹായിക്കുന്നു, അവരുടെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നതെന്നൊക്കെയായിരുന്നു അൻവറിന്റെ ആക്ഷേപം. അപ്പോൾ ആ സ്വർണം പൊട്ടിക്കലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയാകില്ലേ? അല്ല, അൻവർ പറഞ്ഞത് അത് ശരി തന്നെയാണല്ലോ. അൻവറിന് അറിയാമല്ലോ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ. അതെ, അത് പിന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് കൃത്യമായിട്ട് അത് പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിരവധി പിന്നെ പ്രതികൂല ഘടകങ്ങൾ ഇപ്പോൾ CPM-നും പിണറായിക്കും നേരിടുന്നുണ്ട്. ഒന്ന്, ഒരു ഭരണവിരുദ്ധ വികാരം അത് ഏറെക്കാലമായിട്ട് 2021 മുതൽ ഇങ്ങോട്ട് നിൽക്കുകയാണ്. രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ ഹുങ്കും എല്ലാ തരത്തിലുള്ള അധികാര രാഷ്ട്രീയം ഒക്കെ തന്നെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കടന്നുപോകും. പിന്നെ അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ വീണ വിജയന്റെ മാസപ്പടി കേസിലെ വിഷയം വീണ്ടും കുറ്റപത്രത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഗൗരവമാക്കി മാറ്റുകയും ചെയ്യുന്നു. അത് പിണറായിയുടെ ചില ക്ഷീണം, പാർട്ടിക്കും ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നു. ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനോട് കടുത്ത അമർഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. നിലമ്പൂരിൽ വിലേക്ക് വരുമ്പോൾ അവിടെ മുസ്ലിം വിരുദ്ധത കാണിച്ചതിന് പിണറായിക്ക് മറുപടി കിട്ടും. SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതും മുസ്ലിം ലീഗാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ. പിന്നെ അവിടെ എത്ര ഹിന്ദു പ്രീണനം നടത്തിയാലൊന്നും അവിടെ അത്രത്തോളം വോട്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടൊന്നുമില്ല. പക്ഷെ ഹിന്ദുക്കൾക്ക് നിർണായക ശക്തി ഉണ്ട്. കാരണം ഈ ആര്യാടൻ മുഹമ്മദ് എപ്പോഴും ഒരു വിഭാഗം മുസ്ലിം കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളുടെയും ഒരു വിഭാഗം വളരെ അവിടെയുള്ള ഹിന്ദു വോട്ടിന്റെയും ബലത്തിലാണ് ജയിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തികഞ്ഞ മതേതരനായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഹിന്ദു വോട്ട് കിട്ടുമായിരുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഹിന്ദു വിഭാഗത്തിന്റെ എല്ലാ ജാതിക്കാരുടെയും വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അത് തകർക്കാനാണ് അൻവറിന് സാധിച്ചത്. അവിടെ അൻവർ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടി അത് മുഴുവനും പിടിച്ചെടുത്തു. അപ്പോൾ ആ ഹിന്ദു വോട്ടും കൂടി അൻവറിന് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് അൻവർ ജയിക്കുന്നത് അവിടെ. അതിനു മുമ്പ് അൻവർ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, നമുക്കറിയാം. പിന്നെ ഒരു 20% ക്രൈസ്തവ വോട്ടും ഉണ്ടെന്നുള്ളത് അത് വളരെ നിർണായകമാണ്. അതെ, അത് ഏത് ഭാഗത്തേക്ക് പോകും എന്നുള്ളതും അത് തീർച്ചയായിട്ടും പിണറായി വിരുദ്ധ ചേരിയിലേക്കല്ല ഇപ്പോഴത്തെ പോവുക. അവിടെ BJP നിർണായക ശക്തി അല്ലാത്തത് കൊണ്ട് അത് UDF-ലേക്ക് പോകാനാണ് സാധ്യത. BJP നിർണായക ശക്തി ആയിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ അത് BJP-യിലേക്കും പോകുമായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം. ഇനി ഈ ഷൗക്കത്തിനെ എത്രത്തോളം അവിടെ ജനം ഉൾക്കൊള്ളും എന്നുള്ളതും ഉണ്ട്. വ്യക്തിപരമായിട്ട് ഷൗക്കത്തിനൊരു എതിരവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനങ്ങള് വലിയ തോതിൽ എതിർക്കുന്ന ഒരു നേതാവല്ല ഷൗക്കത്തിന് അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അല്ല, അത് സാർ, അതിന് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആര്യാടന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് വളരെ കൃത്യമായിട്ട് ഈ ഇടത് ചേരിയിൽ നിന്നുകൊണ്ട് പിടിച്ചെടുക്കാൻ അൻവറിന് സാധിച്ചു. അതാണ് കാരണം. ആര്യാടൻ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ആ ഒരു പരിഗണന മകന് കൊടുത്തില്ല വോട്ടർമാർ. അവിടെ അത് ഇടതുപക്ഷത്തിന്റെ ഈ ക്യാമ്പയിൻ ഒരു പ്രചാരണ തന്ത്രം കൊണ്ടും ഒപ്പം അൻവറിന് വളരെ കൃത്യമായിട്ട് ആ ഹിന്ദു വോട്ട് ഇടത് ചേരിയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അതുകൊണ്ടാണ് അൻവർ അവിടെ ജയിച്ചത്. അല്ല, ഈ പിന്നെ ഷൗക്കത്തിനോട് അൻവറിന് താല്പര്യമില്ല എങ്കിലും ഷൗക്കത്തായാലും ജോയി ആയാലും ആര് മത്സരിച്ചാലും അൻവർ ഇവരെ ഒന്നും ജയിപ്പിക്കേണ്ട ബാധ്യത ഇപ്പൊ അൻവറിനാണ്. കാരണം അവരാർക്ക് വിജയം ഉണ്ടായാലും അത് അൻവറിന്റെ വിജയമാണ്. കാരണം അൻവറിന് CPM-ന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കണം. അതെ അതെ. അപ്പൊ ഇത് മാത്രമല്ല, അവിടെ തോറ്റാൽ പിണറായി വിജയൻ വലിയ തകർച്ച നേരിടും. അതിനു വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1 മാസത്തിന് മുന്നേ തന്നെ സ്വരാജിനെ അവിടെ ഇറക്കിയിരിക്കുകയാണ്. കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സ്വരാജ് മലപ്പുറംകാരനാണല്ലോ. അതിനുവേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. പക്ഷെ എന്തായാലും അവിടുന്ന് തിരിച്ചടി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഭരണം അവസാനിക്കാൻ ഇനി 1 വർഷം മാത്രം നിൽക്കുമ്പോഴുള്ള ഒരുപക്ഷെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് പിണറായി വിജയനുള്ള ഒരു അടികൂടിയായിരിക്കും. ഇതിനുശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. അത് കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്.
അപ്പൊ ഇതൊരു നിർണായക ഉപതെരഞ്ഞെടുപ്പാണെന്നുള്ളതാണ്. അതിനകത്ത് അൻവറിന്റെ വിജയവും കൂടിയാണ്. പിന്നെ അൻവറിന് UDF പ്രവേശവും കൂടി കിട്ടും ഇതിനകത്തൂടെ, വിജയം ഉറപ്പായപ്പോൾ. പിന്നെ വേണമെങ്കിൽ പറയാം തൃണമൂൽ കോൺഗ്രസിനും കേരളത്തിൽ ഒരു ഘടകം പ്രവർത്തിക്കും എന്ന് വേണമെങ്കിൽ പറയാം.